തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നവീകരിച്ച തന്തൈ പെരിയോർ ഇ.വി. രാമസ്വാമി നായ്ക്കർ സ്മാരകത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 12-ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് നവീകരിച്ച പെരിയോർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യും. വൈക്കം വലിയ കവലയിൽ തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നവീകരിച്ച തന്തൈ പെരിയോർ ഇ.വി. രാമസ്വാമി നായ്ക്കർ സ്മാരകത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 12-ന് നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിനായുള്ള വേദിയൊരുക്കുന്ന വൈക്കം കായലോരം ബീച്ചിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇ.വി. വേലുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തമിഴ്നാട് മന്ത്രിക്കൊപ്പം വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് ചെയർമാൻ പി.ടി. സുഭാഷ്, കൗൺസിലർമാരായ ബിന്ദു ഷാജി, പി.ഡി. ബിജിമോൾ തുടങ്ങിയവരുമുണ്ടായിരുന്നു. കായലോര ബീച്ചിലെ സ്ഥലപരിശോധനയ്ക്ക് ശേഷം തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ഇ.വി. വേലുവും ഉദ്യോഗസ്ഥ സംഘവും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയും സന്ദർശിച്ച് പരിപാടിയുടെ വിശദാംശങ്ങൾ അറിയിക്കാനായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. 9-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വീണ്ടും വൈക്കം സന്ദർശിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് നവീകരിച്ച പെരിയോർ സ്മാരക മന്ദിരം 12-ന് രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് 8.14 കോടി രൂപ വിനിയോഗിച്ചാണ് സ്മാരകം നവീകരിക്കുന്നത്. പെരിയോറുടെ ചിത്രങ്ങളും മറ്റും പ്രദർശിപ്പിച്ചിരുന്ന മ്യൂസിയം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഭാഗികമായി പൊളിച്ച് ഇരുനിലകളിലാക്കുകയും രാമസ്വാമി നായ്ക്കരുടെ പ്രതിമയ്ക്ക് മുന്നിലായി വലിയ കവാടവും ഓപ്പൺ സ്റ്റേജിന് സമീപം പുതിയ കെട്ടിടത്തിൽ ലൈബ്രറിയും പ്രവർത്തിക്കും. കൂടാതെ കുട്ടികൾക്കായി പാർക്കും അതോടൊപ്പം ഉദ്യാനവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വൈക്കം. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL, ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.